Good morning, ma'am. Morning, miss. Good morning, ma'am. Morning. Good morning, miss. മഴയുണ്ടോ നാട്ടിലൊക്കെ? നല്ല മഴയാണല്ലേ? നല്ല മഴയാ മാം. നല്ല മഴയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹൗ ടു ഇംപ്രൂവ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, ഓപ്പറേഷൻസ് ഹോസ്പിറ്റലിലുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓൾ ഓവർ ആയിട്ടുള്ള ആ വർക്ക് ഫ്ലോ എങ്ങനെ നിർത്തിക്കൊണ്ടുവരാൻ പറ്റും എന്നാണ് നമ്മള് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോയിന്റ്സിലൂടെ പഠിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, കളക്ട് ആൻഡ് ലിവറേജ് ഡാറ്റ. ഓക്കെ, എങ്ങനെയാണ് കളക്ട് ആൻഡ് ലിവറേജ് ഡാറ്റയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്തെങ്കിലും പോയിന്റ്സ് ഓർമ്മയുണ്ടോ? ടെക്നോളജി, ഡാറ്റ കളക്ഷൻ, ആ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ടെക്നോളജി, അതുപോലെ തന്നെ നല്ല രീതിയിൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റ നല്ല രീതിയിൽ കളക്ട് ചെയ്തുകൊണ്ടും, അതുപോലെ തന്നെ ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടും എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഓപ്പറേഷൻസ് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് ഡാറ്റ, എന്താണ് കളക്ട് ആൻഡ് ലിവറേജ് ഡാറ്റയിൽ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് ആണ് ഓട്ടോമാറ്റ് വേർ പോസിബിൾ. 1 മിനിറ്റ് കേട്ടോ, ഒന്ന് മ്യൂട്ട് ആക്കിക്കോട്ടെ, എന്തെങ്കിലും കേൾക്കാൻ പറ്റില്ല. അപ്പോ സെക്കൻഡ് പോയിന്റ് ആണ് ഓട്ടോമാറ്റ് വേർ പോസിബിൾ. മാനുവൽ പ്രോസസ്സസ് ആർ കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ്. ചാപ്റ്റർ ഒന്ന് പറഞ്ഞു കൊടുക്കോ? ഏത് ചാപ്റ്റർ ആണ്? സെക്കൻഡ് ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് നോക്കാം. Manual processes are costly and time consuming, so automation is a must for operational efficiency. It's well worth your time and money to research and invest in tools that reduce or even completely eliminate the manual processes that are showing your operation stream done. ഇതിൽ പറയുന്നത്, ഈ പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? നമ്മള് നല്ല രീതിയിൽ പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് മാനുവൽ പ്രോസസ്സ് അല്ലെ, മാനുവലി ആണ് എല്ലാ കാര്യങ്ങളും മനുഷ്യരെ യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരുന്നത് അല്ലെ. ഹോസ്പിറ്റലുകളിലായാലൊക്കെ പല കാര്യങ്ങളും ചെയ്തിരുന്നത് മാനുവലി ആയിരുന്നു. അപ്പൊ എന്തായിരുന്നു ഡിസഡ്വാൻറ്റേജ്? എന്തായിരുന്നു? വളരെ കോസ്റ്റ് കൂടുന്നുണ്ടല്ലേ, അതുപോലെ തന്നെ ടൈം കൂടുതലാകുന്നുണ്ട്. ഇനി ഈ ടെക്നോളജി തന്നെ, മനുഷ്യൻ ചെയ്യുന്ന ഈ പ്രോസസ്സ് തന്നെ അത് ഓട്ടോമാറ്റിക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? എന്ത് സംഭവിക്കുന്നുണ്ട്? നമുക്ക് ടൈം കുറവ് കിട്ടും, വളരെ പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. മനുഷ്യർക്കൊക്കെ ഒരു എന്താണ് അവരുടെ വർക്ക് ലോഡ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. പണ്ട് കാലങ്ങളില് മാനുവൽ പ്രോസസ്സിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അപ്പോ ടൈം കൺസ്യൂമിങ്, ടൈം ആകുന്നുണ്ട്, കൂടുതൽ ടൈം വരുന്നുണ്ട്, കോസ്റ്റ് കൂടുതലാകുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം? അതൊക്കെ നമ്മൾ ഓരോ ടെക്നോളജി കാലങ്ങളിൽ ഓരോ പുതിയ ടെക്നോളജികൾ വരുമ്പോ ടെക്നോളജി ബേസ്ഡ് ആകുമ്പോ ഓരോ കാര്യങ്ങളും സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നുണ്ട്? ടൈം കൺസ്യൂമിങ് അല്ലെ, ടൈം കുറവാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെറിയ രീതിയിൽ ചെറിയ ടൈം കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഫാസ്റ്റ് ആയിട്ട്, വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? ഓക്കെ, ആ കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ എല്ലാ പാരഗ്രാഫിലും പറയുന്നത്. ആ കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓട്ടോമാറ്റിക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആണോ?
എഴുതി വെക്കാട്ടോ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്. ഇനി മാനുവലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത്. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി, ഇതൊന്ന് ഓർത്ത് വെക്കാം കൺസെപ്റ്റ്. ഇനി സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. ഓട്ടോമാറ്റ് scheduling, dispatching and other recurring tasks when possible, as doing so will also allow you to make better use of your resources and increase operational efficiency. അപ്പോ നമ്മളിങ്ങനെ ഡാറ്റ ഷെഡ്യൂളിങ് എല്ലാ കാര്യങ്ങളും സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലോട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓട്ടോമാറ്റിക് ആക്കി കഴിഞ്ഞാൽ എന്താണ് ഈ നമ്മുടെ ഡാറ്റ ഷെഡ്യൂളിങ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്പാച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് മെസ്സേജുകൾ അവർക്ക് അയക്കാൻ പറ്റും. അതുപോലെ ഇവർക്ക് തിരിച്ചയക്കാൻ പറ്റും അല്ലെ, പേഷ്യൻസിനായാലും തിരിച്ച് മെസ്സേജുകൾ അയക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് ഡിസ്പാച്ചിങ് എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡാറ്റ ഷെഡ്യൂളിംഗ് ആയാലും ഡിസ്പാച്ചിങ് ആയാലും പരമാവധി ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എല്ലാ റിസോഴ്സസുകളും നമ്മൾക്കറിയാം ഓരോ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് ആക്കി കഴിഞ്ഞാൽ, നമ്മൾ HIS പഠിച്ചല്ലേ, എല്ലാ കാര്യങ്ങളും സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലോട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള റിസോഴ്സസുകൾ വിഭവങ്ങള് പരമാവധി ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടുത്തെ ആ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് പറഞ്ഞത്, ഓട്ടോമാറ്റിക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെഡ്യൂളിങ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഡിസ്പാച്ചിങ് ഇതൊക്കെ പരമാവധി ഓട്ടോമാറ്റിക് ചെയ്യണം നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ ഓട്ടോമാറ്റിക് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്താണ്, റിസോഴ്സസുകളെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബെറ്റർ യൂസ് ഓഫ് യുവർ റിസോഴ്സസ് ആൻഡ് ഇൻക്രീസ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. റിസോഴ്സസുകളെ പരമാവധി ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി നോക്കാം. You will find that when you automate, your team will be able to focus on other big picture tasks that help your organization grow. എന്താണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ആക്കാനായിട്ട് പറ്റില്ലേ? ഇല്ലേ? സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലോട്ട് എല്ലാ കാര്യങ്ങളും മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ഒരു ഈച്ച് ആൻഡ് എവറി ടാസ്ക് പോലെ എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലേ? സിംപ്ലിഫൈ ആക്കാൻ പറ്റും. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഓർഗനൈസേഷനെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് അല്ലെ, വളർത്താനായിട്ട് ഗ്രോപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫ് ഓക്കെ ആണോ? ഓട്ടോമാറ്റിക് ഷെഡ്യൂളിംഗ് ഓട്ടോമാറ്റിക് ചെയ്യണം. അതുപോലെ ഡിസ്പാച്ചിങ് ഇതൊക്കെ പരമാവധി ഓട്ടോമാറ്റിക് ചെയ്യണം. അങ്ങനെ ഓട്ടോമാറ്റിക് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആക്കി കഴിഞ്ഞാല് നമുക്ക് എന്താണ് അവിടുത്തെ വിഭവങ്ങള് അല്ലെ, വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, സ്റ്റാഫുകള്, അങ്ങനെയുള്ള പല റിസോഴ്സസുകൾ, എക്യുപ്മെന്റ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് വിഭവങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ റിസോഴ്സസുകൾ നമുക്ക് ബെറ്ററായിട്ട് യൂസ് ചെയ്യാനും അതുവഴി അവിടുത്തെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ കാര്യക്ഷമമാക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ ഒരു സിംപ്ലിഫൈ ആക്കാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ ഒരു സിംപ്ലിഫൈ ആക്കുന്നതിലൂടെ നമ്മുടെ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം കേട്ടോ. Modern tools offer features that automatically match the right person to the right job, okay, based on qualification, travel time, customer preference and more. Optimize schedules and transform operations from reactive to proactive. ഇവിടെ പറയുന്നത് ഇങ്ങനെയുള്ള എന്താണ് ജോബിന് ശരിയായ രീതിയിലുള്ള ആളുകളെ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് ഈ ടെക്നോളജി സഹായിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ പഠിച്ചിട്ടില്ലേ പല HIS എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാം കൂടി കണക്ട് ചെയ്തിട്ടുള്ള സിസ്റ്റം ആണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റ് സെക്ഷനുകളുണ്ട് അല്ലെ, ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ലബോറട്ടറി ഉണ്ട്, അതുപോലെ റേഡിയോളജി ഉണ്ട്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്
ഇപ്പൊ റേഡിയോളജി അതൊരു സിസ്റ്റമാണ്. അതുപോലെ തന്നെ എന്താണ് ലാബ് HIS എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒരുമിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ HIS പറയുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ സിസ്റ്റംസ് ഉണ്ടാവില്ലേ, ലാബിനൊരു സിസ്റ്റം, അതുപോലെ തന്നെ ബില്ലിംഗ് ഷെഡ്യൂളിങ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ എന്താണ് റേഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിസ്റ്റം. ഈ ചെറിയ ചെറിയ സിസ്റ്റങ്ങളെയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തിനെ? HIS പറയാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോ ഒരു രോഗി വന്നിട്ട് എന്താണ് അയാളുടെ പേരും കാര്യങ്ങളും അടിച്ചു കൊടുത്താൽ നമുക്ക് ആ സിസ്റ്റത്തിൽ നമുക്ക് അറിയാൻ പറ്റും അദ്ദേഹം ഏത് ഡോക്ടറെയാണ് കാണുന്നത്, ഏതൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ മരുന്നുകളാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റില്ലേ. അവിടെ സ്റ്റാഫിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. ഇന്ന പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ. അപ്പൊ എന്താണ് അങ്ങനെ. അതുപോലെ തന്നെ ഓരോ സ്റ്റാഫുകളുടെയും നെയിം അവിടെ എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവർ ചെയ്യുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് HIS വഴി അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ജോബിന് ശരിയായ രീതിയിലുള്ള ആളുകളെ ഓട്ടോമാറ്റിക്കലി മാച്ച് ചെയ്യാനായിട്ട് ഈ ടെക്നോളജി സഹായിക്കുന്നു. ഓക്കെ, ഓരോരുത്തരുടെ പേര് ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സ്റ്റാഫുകളുടെ പേര് എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ നമുക്ക് ആ സിസ്റ്റം വഴി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ഒരു രോഗി വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഏത് ഡോക്ടറെയാണ് ഫോളോ ചെയ്യുന്നത്, ഏത് ഡോക്ടറെയാണ് കണ്ടുവരുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ മെഡിസിനുകളാണ് അദ്ദേഹം കഴിക്കുന്നത്, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ബേസുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് HIS വഴി അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ട്രാൻസ്ഫോം ഓപ്പറേഷൻസ് ഫ്രം റിയാക്റ്റീവ് ടു പ്രോആക്റ്റീവ്. റിയാക്റ്റീവ് ടു പ്രോആക്റ്റീവ്. പ്രോആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രിവെന്റിങ് പ്രോബ്ലംസ് ബിഫോർ ദേ ഹാപ്പൻ. ഓക്കെ, അതാണ് അതിന്റെ മീനിങ്. എന്താണ് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മുൻകൂട്ടി അറിയാനായിട്ട് പറ്റും. ഒരു പ്രോബ്ലം വരുന്നതിന് മുൻപ് അത് മുൻകൂട്ടി അറിയാൻ പറ്റും. റിയാക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് അതിനെ നമ്മൾ തരണം ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളിലൂടെ നമുക്ക് അത് മാറ്റാൻ പറ്റും. ഓക്കെ, അതാണ് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മുൻകൂട്ടി പ്രോബ്ലം വരുന്നുണ്ട് എന്നുള്ളത് മുൻകൂട്ടി അറിയാനായിട്ട് പറ്റും. അവിടെ മീനിങ് ചെയ്യുന്നത് എന്താണ്, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ട് പരിഹരിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ് അത് വരാതിരിക്കാൻ നോക്കുകയാണ് അല്ലെ. ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോ സോഫ്റ്റ്വെയറിലോട്ട് ആക്കുമ്പോ എന്താണ് കുറെ കാര്യങ്ങളിൽ എറേഴ്സ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ എറേഴ്സ് വരാതെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, the resulting increase in productivity will enhance the customer satisfaction and make scaling your organization and operational increase. ഓക്കെ, increase എന്ന് പറഞ്ഞാല് എന്താണ് ഉയർത്തുക കേട്ടോ. ഓക്കെ, എന്താണ് എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഓപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആക്കുമ്പോൾ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ആവാനായിട്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ഓട്ടോമാറ്റിക്കിൽ പറഞ്ഞത്. ഓക്കെ ആണോ? ഓട്ടോമാറ്റിക് wherever possible. നമ്മൾ എന്താ പറഞ്ഞത് ആകെ പുക പോലെയാ പോയിന്റ് പറഞ്ഞപ്പോ ജസ്റ്റ് ഇത്രയും മാത്രം ഓർത്താൽ മതി. നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഓപ്പറേഷൻ എല്ലാ പ്രവർത്തനങ്ങളും ഓട്ടോമാറ്റിക് ആക്കണം. ഓട്ടോമാറ്റിക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഓർഗനൈസേഷന് നല്ല പ്രവർത്തനങ്ങൾ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. എറേഴ്സ് കുറയും, പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുപോലെ ഓർഗനൈസേഷൻ ഗ്രോത്തിലോട്ട് പോകും അല്ലെ. ഓർഗനൈസേഷൻ എന്തുണ്ടാവും? ഡെവലപ്മെന്റ് ഉണ്ടാവും. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് നല്ല രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നടക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് അതിന്റെ കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? ഇനി ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ഇങ്ങനെ ഓട്ടോമാറ്റിക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്നത്. ജസ്റ്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്താൽ മതി കേട്ടോ. എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാകുന്നതെന്ന്?
എന്തൊക്കെയായിരിക്കാം ബെനിഫിറ്റ് വരുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റ്. എറർ കുറയ്ക്കാൻ പറ്റും അല്ലെ, റിഡ്യൂസ് എറേഴ്സ് അല്ലെ. ടൈം എന്താ സേവ് ചെയ്യാൻ പറ്റും അല്ലെ നമുക്ക്. ഓക്കെ, പിന്നെന്താണ്, പിന്നെന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങള് പെർഫെക്റ്റ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ, സ്പീഡ് അപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇൻക്രീസ് എഫിഷ്യൻസി, ആക്യുറേറ്റ് റിസൾട്ട്, വെരി ഗുഡ്. ഓർഗനൈസേഷൻ ഗ്രോത്ത് ഉണ്ടാവും, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, പിന്നെന്താണ്? ഒപ്റ്റിമൈസ്ഡ് ഷെഡ്യൂളിംഗ്, ഷെഡ്യൂൾസ് ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും അല്ലെ. ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, എഴുതിയെടുത്തോ? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി കൂട്ടിയെടുത്തിട്ട് എഴുതി വെക്കാട്ടോ അവിടെ കമന്റ് നോക്കിയിട്ട്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സേവ് ടൈം, അതുപോലെ ഇൻക്രീസ് എഫിഷ്യൻസി, ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, എൻഹാൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ ഗ്രോത്ത് അല്ലെ, ഓർഗനൈസേഷൻ ഗ്രോത്ത് അല്ലെ, ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നുണ്ട്, ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. അതാണ് അതിൽ ഉൾക്കൊള്ളുന്ന പോയിന്റ് അല്ലെങ്കിൽ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഓട്ടോമാറ്റ് wherever possible. നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ മിസ്. എഴുതി വെച്ച് കഴിഞ്ഞോ നിങ്ങള്? ഇത് വെച്ചോ? ഓക്കെ, നെക്സ്റ്റ് ആണ് enable better communication. നല്ല രീതിയിൽ ആശയവിനിമയം നടത്താനായിട്ട് ഇങ്ങനെയാണ് നോക്കിയേ, എന്തൊക്കെയാണ് പോയിന്റ്സ് വരുന്നത് നോക്കിയേ. Traditional method for sharing information like phone calls, emails and text message are disjointed and do not provide the real-time access required to remain prepared. അപ്പൊ എന്താണ് ട്രഡീഷണൽ അല്ലെ, ട്രഡീഷണൽ മെത്തേഡ്സ് നമ്മള് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രഡീഷണലി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? ഫോൺ കോൾസ് അല്ലെ. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെച്ച് എന്തൊക്കെയാണ്? ഫോൺ കോൾസിലൂടെ, ഇമെയിൽസിലൂടെ, ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ വഴിയാണ് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇൻഫർമേഷൻ ചെയ്തിരുന്നത്. ഓക്കെ, അങ്ങനെ എന്താണ് വിവരങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ എന്ത് വരാറുണ്ട്? ഈ മാർഗങ്ങൾ വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഡിലേ സംഭവിക്കാറുണ്ട് ഇല്ലേ? ചിലപ്പോ ഫോൺ കോള് എന്താണ് എൻഗേജ്ഡ് ആയിരിക്കും, ചിലപ്പോ ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ നോക്കുന്നുണ്ടാവില്ല. അത് ഓപ്പൺ ആക്കി നോക്കിയാലേ ഇമെയിൽസിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെ. ടെക്സ്റ്റ് മെസ്സേജ് ആയാലും അങ്ങനെയാണ്, ചിലപ്പോ അറിയാൻ പറ്റാത്തവരുണ്ടാവും, എങ്ങനെയാണ് നോക്കുക. അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അറിയില്ല, അതിനെ കുറിച്ചുള്ള നോളജ് ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ. അങ്ങനെ അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പൊ ഫോണൊക്കെ എൻഗേജ് ആവുന്നത് എങ്ങനെയാണ്? ഇപ്പൊ മഴക്കാലങ്ങളൊക്കെ വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് അല്ലെ, അത് കണക്ട് ആവാനായിട്ടും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോ ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ഡിലേ വന്നിരുന്നു. ഇനി ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എമംഗ് caregivers, patients and healthcare providers is the key to improved patient outcomes. എന്താണ് അതിൽ പറയുന്നത്? കെയർ ഗീവേഴ്സ് അല്ലെ, കെയർ കൊടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, പേഷ്യൻസിന്, ഇവർക്കൊക്കെ ഇടയിലുള്ള ഒരു ശരിയായ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഒരു പേഷ്യന്റ് ഔട്ട്കംസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത്യാവശ്യമാണ് അല്ലെ. അവര് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് അവിടുത്തെ പെർഫോമൻസോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്കുകളോ കാര്യങ്ങളോ സർവീസുകളോ ഒക്കെ ഒന്നും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. നല്ല രീതിയിലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ഇല്ലേ, അപ്പൊ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാതെ വരും അല്ലെ. പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അവര് കൊടുക്കുന്ന കെയറില്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അവർക്ക് അറിയാതെ വരുമ്പോ അങ്ങനെ ഒരു പുവർ കമ്മ്യൂണിക്കേഷൻ അവർക്കിടയിൽ ഉണ്ടെങ്കിൽ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പേഷ്യന്റ് ഔട്ട്കംസ് കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പൊ ഇഫക്റ്റീവ് ആയിട്ട് കെയർ ഗീവേഴ്സിനായാലും പേഷ്യൻസിനായാലും
ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനായാലും അവർക്കിടയിൽ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. After all, without it, teachers tend to fall through the crackers, customers and left dissatisfied. Staff turnover increases. അങ്ങനെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആവും അല്ലെ, ഇല്ലേ? അതുപോലെ തന്നെ സ്റ്റാഫ് ടേൺ ഓവർ ഇൻക്രീസസ്. അതെന്തായിരിക്കാം? സ്റ്റാഫ് ടേൺ ഓവർ ഇൻക്രീസസ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? സ്റ്റാഫിന്റെ എന്തായിരിക്കും? സ്റ്റാഫ് ടേൺ ഓവർ ഇൻക്രീസസ് എന്ന് പറഞ്ഞാല് റിസൈനിങ് അല്ലെ, കൊഴിഞ്ഞു പോക്ക് കൂടുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? സ്റ്റാഫിന്റെ കൊഴിഞ്ഞു പോക്ക് അല്ലെ, നല്ല രീതിയിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ വർക്കിൽ ഡിലേ വരുന്നു, അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്? സ്റ്റാഫ് ജോലി നിർത്തി പോവാൻ ചാൻസ് ഉണ്ട് അല്ലെ, ഇല്ലേ? ഓക്കെ, അപ്പൊ കസ്റ്റമേഴ്സിന്, അവിടെ വരുന്ന പേഷ്യൻസിന് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സ്റ്റാഫിന്റെ ടേൺ ഓവർ ഇൻക്രീസ് ആവുന്നുണ്ട്, സ്റ്റാഫിന്റെ കൊഴിഞ്ഞു പോക്ക് ഇൻക്രീസ് ആവുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആർക്കൊക്കെയിടയിൽ വേണം? കെയർ ഗിവേഴ്സ് അല്ലെ, അണ്ടർലൈൻ ചെയ്യാട്ടോ. കെയർ ഗിവേഴ്സ്, പേഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ഇടയിൽ വേണം. ഇങ്ങനെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇവർക്കിടയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താവും? കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആവും. അതുപോലെ തന്നെ സ്റ്റാഫ് ടേൺ ഓവർ ഇൻക്രീസ് ആവുകയും ചെയ്യും. Time is of the essence for any business. അല്ലെ, നമുക്കറിയാം ഒരു ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഒരു എസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ആണ് അല്ലെ. നമ്മളോട് ആരെങ്കിലൊക്കെ പറയാറുണ്ട് ടൈം നമുക്ക് വരില്ല, തിരിച്ചു പിടിക്കാൻ പറ്റുന്നതല്ല എന്ന് അല്ലെ. നമുക്ക് ഓരോരുത്തർക്കും പറയാം ടൈം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വിലപിടിപ്പുള്ള ഒരു എസെൻസ് അല്ലെ, ഒരു പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ജീവിതത്തിലായാലും ടൈം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണെന്ന് പറയാം അല്ലെ. പറയാറുണ്ടോ ആരെങ്കിലൊക്കെ? ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? എസ്പെഷ്യലി സോ ഇൻ ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. അതുപോലെ തന്നെ എന്താണ്? ടൈം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ് ആർക്കും? ഹെൽത്ത് കെയർ എൻവയോൺമെന്റിനും. The smooth, easy to use communication tools is more important than ever. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടൂള് നല്ല രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്, ഇമ്പോർട്ടന്റ് പാർട്ടാണ്. With the right technology is in place, your dislikes and desk-based workers can communicate with each other and with the consumers and access key details all in one centralized place. ഇവിടെ പറയുന്നത് എന്താണ്? നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ടൂൾ ഉണ്ടെങ്കിൽ അവിടുത്തെ വർക്കേഴ്സിനിടയിൽ നല്ല രീതിയിലുള്ള എന്താണ് ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് എന്താണ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അവർക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെ. അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. Look for a solution that offers not only automated notification of schedule status, but also built-in communication features for in the moment issues. എന്താ പറയുന്നത്? ഇവിടെ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഇങ്ങനെ നല്ല രീതിയിലുള്ള ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ ടൂള് അങ്ങനെ ഒരു ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഷെഡ്യൂൾസിൽ ചേഞ്ചസ് വരുത്താം ഇല്ലേ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യാം? ഷെഡ്യൂൾസിൽ ചേഞ്ചസ് വരുത്താം. അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ നടക്കുന്ന ഇവിടെ പറയുന്നത് എന്തെങ്കിലും ഇഷ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും ഡിലേ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അത് അറിയിക്കാനായിട്ട് മറ്റുള്ളവരെ, പേഷ്യൻസിനെ ആയാലും അതുപോലെ സ്റ്റാഫിനെ ആയാലും അറിയിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇതിലൂടെ, കമ്മ്യൂണിക്കേഷൻ ടൂളിലൂടെ. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? നല്ല രീതിയിൽ ടെക്നോളജീസ്, ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം അല്ലെ,
രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ പറയുന്നത്. അതിന്റെ കൺസെപ്റ്റ് അത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ ടെക്നോളജീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ആളുകളെ ഇൻഫർമേഷൻസ് അറിയിക്കാനായിട്ടും സ്റ്റാഫുകളോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കാൻ പറ്റും. ഷെഡ്യൂൾസിൽ ചേഞ്ചസ് വരുത്താനായിട്ട് സഹായിക്കും. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാല് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റാഫിന്റെ കൊഴിഞ്ഞു പോക്ക് നമുക്ക് ഡിക്രീസ് ചെയ്യാനും പറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. 2 പോയിന്റും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓട്ടോമാറ്റ് പോസിബിൾ, അതുപോലെ തന്നെ ഇനേബിൾ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ? ഓക്കെ, ഇനി കിട്ടാത്തവരുണ്ടോ? ആർക്കെങ്കിലും കിട്ടാത്തത് പോയിന്റ്സ് പറഞ്ഞപ്പോ അണ്ടർലൈൻ ചെയ്യാൻ പറ്റാത്തത്? അതുപോലെ തന്നെ ഓട്ടോമാറ്റ് വേർ എവർ പോസിബിളിലെ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. കാണിച്ചു തരാം അണ്ടർലൈൻ ചെയ്യാനായിട്ട്. നോക്കാം. മാനുവൽ പ്രോസസ് ആർ കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ ബെനിഫിറ്റ്സ് നിങ്ങൾ എഴുതിയിട്ടില്ലേ? ഒന്ന് നോക്കാം കേട്ടോ. ബെനിഫിറ്റ്സ് ഒന്ന് നോക്കാം. നെക്സ്റ്റ്, ഇനേബിൾ ബെറ്റർ കമ്മ്യൂണിക്കേഷനില് ഫസ്റ്റ് ലൈൻ ട്രഡീഷണൽ മെത്തേഡ് ഫോർ ഷെയറിംഗ് ഇൻഫർമേഷൻ ലൈക്ക് ഫോൺ കോൾസ്, ഇമെയിൽസ് ആൻഡ് ടെക്സ്റ്റ് മെസ്സേജ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രഡീഷണൽ മെത്തേഡിലൂടെ മെസ്സേജുകൾ ഷെയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് കേട്ടോ. ഇനി നമ്മൾ ഹോസ്പിറ്റലുകളിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആരൊക്കെ തമ്മിൽ വേണം? കെയർ ഗിവേഴ്സ്, പേഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫിലെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Effective communication among caregivers, patients, and healthcare providers is the key to improved patient outcomes. അതുപോലെ തന്നെ നെക്സ്റ്റ് സെന്റൻസും എന്താണ്? നല്ല രീതിയിൽ അങ്ങനെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? കസ്റ്റമേഴ്സ് ആർ ലെഫ്റ്റ് ഡിസാറ്റിസ്ഫൈഡ്. ഓക്കെ, കസ്റ്റമേഴ്സിന് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ സ്റ്റാഫ് ടേൺ ഓവർ ഇൻക്രീസ്, സ്റ്റാഫിന്റെ കൊഴിഞ്ഞു പോക്ക് ഇൻക്രീസ് ആകുന്നു. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇനി ഒന്ന് വായിച്ചു നോക്കി. 2 പോയിന്റ്സും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. Provide tools that meet employees where they are. The truth is, many healthcare organizations still use updated tools that simply are not capable of enabling seamless operations. അപ്പോ എന്താണ് ഇവിടെ പറയുന്നത്? കുറെ ഓപ്പറേഷൻസ്, ഇനി ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് എന്താണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ആണ് ഹോസ്പിറ്റലുകളിൽ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടൂൾസുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? സീംലെസ്സിലോട്ട് മാറി. ഓക്കെ, അതെന്താണ്? അത്രയധികം നല്ല രീതിയിൽ പെർഫെക്റ്റ് അല്ലാത്തൊരു ഓപ്പറേഷൻ ആയിട്ട് മാറിയിരുന്നു. ഓപ്പറേഷനിലോട്ടാണ് മാറിയിരുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? കുറേയധികം ഭൂരിഭാഗം ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, ഹോസ്പിറ്റൽസുകള് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടൂൾസുകളിലൂടെയാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓപ്പറേഷൻസ് കുറേയധികം പെർഫെക്റ്റ് അല്ലാത്ത രീതിയിൽ സീംലെസ്സിലോട്ട് വന്നു. സീംലെസ് എന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ പെർഫെക്റ്റ് അല്ലാത്ത രീതിയിലായിരുന്നു. ഓക്കെ, while in the past manual tools may have been enough to keep employees engaged and your organization competitive, the demand of the industry now require more sophisticated software and technologies. ഇനി while in the past, പണ്ട് കാലങ്ങളില് ഈ എന്താണ് കുറെ മാനുവലി, നമുക്കറിയാം മാനുവലി എന്താണ് മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ വളരെയധികം എംപ്ലോയീസ് എന്താണ് ആ പ്രവർത്തനങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു. മനസ്സിലായോ? അപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ മനുഷ്യനെ ഉപയോഗിച്ച് മാനുവലി ആയിരുന്നു ഓരോ പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലുകളിൽ നടത്തിയിരുന്നത്. അങ്ങനെ നടത്തുമ്പോൾ പല സ്റ്റാഫുകളും ആ പ്രവർത്തനങ്ങളിൽ, പല എംപ്ലോയീസും എൻഗേജ്ഡ് ആയിരുന്നു അവരുടെ വർക്കുകളില്. ഇനി എന്താണ്? ആൻഡ് യുവർ ഓർഗനൈസേഷൻ കോമ്പറ്റീറ്റീവ്. ഇനി എന്താണ്? ഓരോ കാലഘട്ടങ്ങളും കഴിയുമ്പോഴും എന്തായിട്ട് മാറി? ടെക്നോളജീസ് ഇൻക്രീസ് ആയിട്ട് പുതിയ പുതിയ ടെക്നോളജീസ് വന്നു, പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ എന്താണ്? The demand of the industry now require more sophisticated and software and technologies. എന്തായിട്ട് മാറി? നമ്മുടെ ഹോസ്പിറ്റലിലും ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും, ഓരോ സിസ്റ്റംസും സോഫ്റ്റ്വെയർ ആൻഡ് ടെക്നോളജീസിലോട്ട് മാറിക്കൊണ്ടിരുന്നു. ക്ലിയർ ആയോ? പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് മനുഷ്യനെ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളായിരുന്നു നടത്തിയിരുന്നത്. അപ്പൊ എന്താണ്? അവിടുത്തെ എംപ്ലോയീസ് ആയാലും കുറെ വർക്കുകളിലൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു. പിന്നീട് ഓർഗനൈസേഷൻ മോർ കോമ്പറ്റീറ്റീവ് അല്ലെ. അപ്പൊ നമുക്കറിയാം ആദ്യം ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയിരുന്നു, പിന്നീട് കുറെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വന്നു, പിന്നെയും പുതിയ പുതിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ പുതിയ പുതിയ ടെക്നോളജീസ് ആണ് ഹെൽത്ത് കെയർ മേഖലകളിലും വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. പുതിയ പുതിയ ഇന്നോവേഷൻസ്, ടെക്നോളജീസ്, സർവീസുകളാണ് അവര് കൊടുക്കുന്നത് ഈ കാലഘട്ടത്ത്. അങ്ങനെ എന്താണ്? പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ വരുമ്പോ അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെക്നോളജി, ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലോട്ട് മാറിക്കഴിഞ്ഞു. ഇനി എന്താണ്? ആസ് എ ടെക്നോളജി ബിക്കം മോർ പെർവാസീവ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഒക്കെ എന്താണ് വ്യാപിക്കുമ്പോ ബോത്ത് യുവർ എംപ്ലോയി ആൻഡ് കസ്റ്റമേഴ്സ് ഹാവ് ഹൈ എക്സ്പെക്ടേഷൻസ് ഫോർ ഹൗ അവർ ബിസിനസ് ഓപ്പറേറ്റ്സ്. ഇനി എന്താണ്? കുറെ പ്രതീക്ഷകളൊക്കെ വരും അല്ലെ. അവിടുത്തെ എംപ്ലോയീസിനായാലും അവിടെ വരുന്ന കസ്റ്റമേഴ്സിനായാലും ഹെൽത്ത് കെയർ സർവീസിനെ കുറിച്ച് പ്രതീക്ഷകള് വെക്കാനായിട്ട് ഹൈ എക്സ്പെക്ടേഷൻസ് വരുന്നുണ്ട് പുതിയ പുതിയ ടെക്നോളജീസ്, സർവീസുകളൊക്കെ വരുമ്പോ. ഇനി എന്താണ്? And you will need to adapt your operation to meet the need of today's health കെയർ കൺസ്യൂമേഴ്സ്. അപ്പൊ എന്താണ്? ഈ രീതിയിലൊക്കെ നമ്മള് ടെക്നോളജിക്ക് യൂസ് ചെയ്യുമ്പോ അവരുടെ ഔട്ട്കംസ് അല്ലെ, കസ്റ്റമേഴ്സിന്റെ ആയാലും എംപ്ലോയീസിന്റെ ആയാലും ഔട്ട്കംസ് ഉയർത്താൻ പറ്റും. അതിലൂടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. നമുക്ക് നോക്കിയേ,
അതുപോലെ തന്നെ ഇവിടെ പാരഗ്രാഫ് തന്നെയാണ്, സെയിം തന്നെ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ബൈ ഇൻവെസ്റ്റിംഗ് റോബസ്റ്റ് ടൂൾ, റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ടൂൾസ്. ഓക്കെ, സ്ട്രോങ് ടൂൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ഒക്കെയാണ് കേട്ടോ. അങ്ങനെ നല്ല രീതിയിലുള്ള ടെക്നോളജീസ്, ഹെൽത്തി ടെക്നോളജീസ് യൂസ് ചെയ്യുമ്പോൾ യു വിൽ യുവർ എംപ്ലോയീസ്, നമുക്ക് എന്താണ് എംപ്ലോയീസിനെ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് അവരുടെ വർക്കുകൾ ചെയ്തുകൊണ്ട് വരാനായിട്ട്, അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഇടവരുന്നുണ്ട്. ഗെറ്റ് ദ ഇൻഫർമേഷൻ ദേ നീഡ് ടു ഗെറ്റ് ദ ജോബ് ഡൺ, അല്ലെ? അവര് ജോബ് നല്ല രീതിയിൽ അവരുടെ വർക്കുകൾ ചെയ്യാനായിട്ട്, അവരെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഈ ടൂൾസ് സഹായിക്കുന്നുണ്ട്. Focus on implementing this tool that offer fast, easy access update schedules, secure access to patient data, underline ചെയ്യാട്ടോ, important ആണ്, and are interoperable with the other core system. അപ്പൊ എന്താണ്, ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്ഡേറ്റ് ഷെഡ്യൂളിംഗ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, അല്ലെ? അപ്ഡേറ്റ് ഷെഡ്യൂൾസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഡാറ്റ, അല്ലെ? നമുക്കറിയാം നമ്മുടെ അസറ്റ്, ഹോസ്പിറ്റലിലെ അസറ്റ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്, അല്ലെ? അവരുടെ ഡാറ്റകൾ നമുക്ക് വളരെ സെക്യൂർ ആയിട്ട് സുരക്ഷിതമായിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ അവിടെയുള്ള ഓരോ സിസ്റ്റവുമായിട്ട് നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വരാനും ഓരോ ഹോസ്പിറ്റലിൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എല്ലായിടത്തും എല്ലാ പോയിന്റ്സിലും പറയുന്നത് ടെക്നോളജീസ് ആണ് കേട്ടോ. സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ ബോറടിക്കും. ഓക്കെ, വായിച്ചു നോക്കിയ പോയിന്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കിയേ. പറയുമ്പോ മനസ്സിലായ പോയിന്റ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഇനി അണ്ടർലൈൻ ചെയ്ത് വെച്ചായിരുന്നോ പോയിന്റ്സ്? ലാസ്റ്റ് പോയിന്റ് കേട്ടോ, ഫോക്കസ് ഓൺ ഇംപ്ലിമെന്റിംഗ് ടൂൾസ് ദാറ്റ് ഓഫേഴ്സ് കേട്ടോ. അവിടെ നിന്ന് തുടങ്ങി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, ലാസ്റ്റ് വരെ കുറച്ച് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നല്ല രീതിയിൽ സിസ്റ്റംസ്, സോഫ്റ്റ്വെയർ ടെക്നോളജി ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ഡാറ്റ നമുക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പേഷ്യൻസിന്റെ ഡാറ്റ സെക്യൂർ ആയിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഷെഡ്യൂൾസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഇനോപ്പറേറ്റബിൾ, വളരെ എന്താണ് അവിടുത്തെ പല പല സിസ്റ്റംസ് നമ്മൾ പറഞ്ഞില്ലേ, എന്താണ് ഇപ്പോ റേഡിയോളജി, അതുപോലെ തന്നെ ലാബ് സിസ്റ്റം, ബില്ലിംഗ് സിസ്റ്റം, അങ്ങനെയുള്ള പല സിസ്റ്റങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കോപ്പറേറ്റ് ചെയ്ത് പല ഡിപ്പാർട്ട്മെന്റുകളോടും കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇന്നോപ്പറേറ്റബിളിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു കൊടുക്കും ആരെങ്കിലും? ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
ക്ലിയർ ആണോ? നെക്സ്റ്റ് ആണ് ഇന്റഗ്രേറ്റ് വിത്ത് എക്സിസ്റ്റിംഗ് സിസ്റ്റം. നിലവിലുള്ള സിസ്റ്റം ആയിട്ട്, നിലവിൽ ഓൾറെഡി ഉള്ള സിസ്റ്റം ആയിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് പ്രവർത്തനങ്ങൾ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് പറ്റും നോക്കാം. Chances are your healthcare organizations uses multiple systems for the tasks like the scheduling, payroll, HR and claims. എന്താണ് ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ, ഒരു ഹോസ്പിറ്റലിൽ മൾട്ടിപ്പിൾ സിസ്റ്റം ആണല്ലേ യൂസ് ചെയ്യുന്നത് ഇല്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ HIS എന്താണ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട്, അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം. അതുപോലെ തന്നെ പേറോൾ അല്ലെ, എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ സാലറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പേറോൾ സിസ്റ്റം ആണ്. അതുപോലെ തന്നെ HR, അതുപോലെ തന്നെ ക്ലെയിമുകൾ, ഇൻഷുറൻസ് ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു സിസ്റ്റം. അപ്പൊ അങ്ങനെയുള്ള പല പല മൾട്ടിപ്പിൾ സിസ്റ്റം ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്നത്. If these systems are not connected, you will have to keep track of various sources of truth, which take more time and introduce more errors in the process. അപ്പോ ഇങ്ങനെയുള്ള സിസ്റ്റംസ് നമ്മള് എന്താണ് കണക്റ്റഡ്, പരസ്പരം കണക്റ്റഡ് അല്ല എങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? നമുക്കൊരു സത്യാവസ്ഥ അല്ലെ, സോഴ്സ് ഓഫ് ട്രൂത്ത് അറിയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ എന്താണ്, ടൈം വളരെ എടുക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ടൊക്കെ ടൈം വളരെ എടുക്കും. നമുക്ക് എന്തെങ്കിലും റെക്കോർഡ്സോ അല്ലെങ്കിൽ പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ എടുക്കാനായിട്ട് പരസ്പരം ഈ സിസ്റ്റംസ് ഒക്കെ കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ടൈം എടുക്കും അല്ലെ. അതുപോലെ തന്നെ എന്താണ്, എറേഴ്സ് വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ? ആണോ? മനസ്സിലായോ കൺസെപ്റ്റ് എന്താണെന്ന്? ഈ സിസ്റ്റംസ്, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, സിസ്റ്റംസ് തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആയിരിക്കണം. കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഓരോന്നിനും സെപ്പറേറ്റ് സിസ്റ്റംസ് ആണ്. ഈ സെപ്പറേറ്റ് സിസ്റ്റംസ് നമ്മൾ പരസ്പരം കണക്ട് ചെയ്തിട്ടില്ല, കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതൊക്കെയാണ് അണ്ടർലൈൻ ചെയ്ത് വെച്ച്? വാരിയസ് സോഴ്സ് ഓഫ് ട്രൂത്ത്, ട്രൂത്ത് അറിയാനായിട്ട് പറ്റില്ല, സത്യങ്ങള്, സത്യാവസ്ഥ എന്താണ്, എന്നത് വന്നതിന്റെ കാരണം, അല്ലെങ്കിൽ എന്താണ് എന്താണ് അവിടുത്തെ സ്റ്റാഫുകള് ഈ ഡ്യൂട്ടി ചെയ്യാത്തതിന്റെ കാരണം എന്താണ്, ഡിലേ വന്നത് എന്താണ്, അങ്ങനെയുള്ള സത്യാവസ്ഥകൾ അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. അതുപോലെ തന്നെ കുറെ എറേഴ്സുകൾ വരാനായിട്ടും സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? നോക്കാം. To increase efficiency and scale up the business, look for tools that integrate with your principal system and support you end-to-end workflow. ഇവിടെ പറയുന്നത് to increase efficiency and scale up the ബിസിനസ്. ഇവിടെ ഇങ്ങനെയൊരു നല്ല രീതിയിലുള്ള എഫിഷ്യന്റ് ആയിട്ട് നമ്മള് ടൂൾസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് സിസ്റ്റംസ് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ ഗ്രോത്ത്, ഡെവലപ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ ബിസിനസ് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോ പരസ്പരം നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് യുവർ പ്രിൻസിപ്പൽ സിസ്റ്റത്തിലോട്ട് കണക്റ്റഡ് ആയിരിക്കണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്താണ് പ്രിൻസിപ്പൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ആർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? HIS അല്ലെ? നമുക്കറിയാം എല്ലാ വിവരങ്ങളും അല്ലെ, എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, HIS എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള ഒരു പ്രിൻസിപ്പൽ സിസ്റ്റത്തിലോട്ട് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും, ഷെഡ്യൂൾ സിസ്റ്റം ആയാലും, പേറോൾ സിസ്റ്റം ആയാലും, അതുപോലെ ക്ലെയിം സിസ്റ്റം ആയാലും, ലബോറട്ടറി സിസ്റ്റം ആയാലും പരസ്പരം നമ്മള് ഇന്റർ കണക്റ്റഡ് ആക്കണം. അങ്ങനെ ഇന്റർ കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ പറഞ്ഞ എറേഴ്സുകൾ വരാൻ സാധ്യതയുണ്ട്. എന്താണ് സോഴ്സ് ഓഫ് ട്രൂത്ത് അറിയാൻ പറ്റില്ല, ടൈം എന്തെങ്കിലും നമ്മൾ വിവരങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുറെ സമയം എടുക്കുന്നുണ്ട് അല്ലെ. അപ്പോ പ്രിൻസിപ്പൽ സിസ്റ്റത്തിലോട്ട് പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിരിക്കണം എല്ലാ സിസ്റ്റംസും. ഓക്കെ, അപ്പോ അങ്ങനെ സിസ്റ്റംസ് ഇന്റർ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് എന്താണ് നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ
കാര്യങ്ങള് അല്ലെങ്കിൽ വർക്ക് ഫ്ലോ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റും. When the data is available and accurate across fully integrated structure, you will be able to maintain a seamless customer and employee experience. അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഒരു സിസ്റ്റംസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആക്കി നല്ലൊരു സോഫ്റ്റ്വെയർ സിസ്റ്റം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റകൾ കിട്ടും. എന്താണ് നല്ല രീതിയിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എംപ്ലോയി എക്സ്പീരിയൻസ് ഒക്കെ നിർത്തിക്കൊണ്ട് വരാനായിട്ട് സഹായിക്കുന്നുണ്ട്. You will also be able to use the data to identify potential areas of opportunity with in your operations to improve service delivery. അപ്പൊ എന്താണ് നല്ല രീതിയിൽ ഫുള്ളി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഈ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിനെയും അതുപോലെ തന്നെ സ്റ്റാഫിനെയും അവരുടെ എക്സ്പീരിയൻസ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇന്റഗ്രേറ്റ് വിത്ത് എക്സിസ്റ്റിംഗ് സിസ്റ്റം, ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയെല്ലാം എന്താണ് ബിസിനസ്സിനെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം പ്രിൻസിപ്പൽ സിസ്റ്റത്തിനോട് എന്താണ് എല്ലാ സിസ്റ്റവും ഇന്റഗ്രേറ്റഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ കുറെ ടൈം എടുക്കില്ല, അതുപോലെ എന്താണ് എറേഴ്സ് വരില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ഈസി ആയിട്ട് നമുക്ക് അവിടുത്തെ വർക്ക് ഫ്ലോ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് അവിടുത്തെ കൺസെപ്റ്റ് വരുന്നത്. ഇനി ഇന്റഗ്രേറ്റഡ് അല്ല, പരസ്പരം ഇന്റഗ്രേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ മോർ ടൈം എടുക്കും, സത്യാവസ്ഥ അറിയാൻ പറ്റില്ല, എറേഴ്സ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അത് മാത്രം ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. അണ്ടർലൈൻ ചെയ്തോ? ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞത്, healthcare organization uses multiple systems for tasks like scheduling, payroll, HR and claims. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇത്രയും വരെ ന്യൂസ് എടുക്കുന്നുള്ളൂ. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം, വായിച്ചെങ്കിലും അതിന്റെ കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞത് എന്താണ്, എന്ത് ഹെഡിങ് ആണ് നമ്മൾ പഠിച്ചത്? ഹൗ ടു ഇംപ്രൂവ് ഓപ്പറേഷണൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റലില് ഉള്ള ഓപ്പറേഷൻസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ പറഞ്ഞത് കളക്ട് ആൻഡ് ലിവറേജ് ഡാറ്റ, സെക്കൻഡ് വൺ ഓട്ടോമാറ്റ് wherever possible, അതുപോലെ തന്നെ തേർഡ് വൺ പറഞ്ഞത് എനേബിൾ ബെറ്റർ കമ്മ്യൂണിക്കേഷനിലൂടെ, അതുപോലെ തന്നെ പ്രൊവൈഡ് ടൂൾസ് നീഡ് എംപ്ലോയി ദേ ആർ. ഇനി ലാസ്റ്റ് വൺ പറഞ്ഞത് ഇന്റഗ്രേറ്റ് വിത്ത് എക്സിസ്റ്റിംഗ് സിസ്റ്റം. ഓക്കെ ആണോ? 5 പോയിന്റ്സും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇത്രയും വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഏതാണ് ക്രിസ്റ്റീന പറയേണ്ടത്? ഏത് പോയിന്റ് ആണ് സംശയം വന്ന്? 5 മാർക്ക് ചെയ്യേണ്ട പോയിന്റോ? ഫസ്റ്റ് ലൈൻ, healthcare organization use multiple systems for tasks like scheduling, payroll, HR and claims. Multiple system നമ്മുടെ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് മൾട്ടിപ്പിൾ സിസ്റ്റം എന്ന് പറയുന്നത്? ഷെഡ്യൂൾ ചെയ്യാനായിട്ട്, പേറോൾ ചെയ്യാനായിട്ട്, HR, അതുപോലെ തന്നെ എന്താണ് ക്ലെയിം. ഇനി എന്താ പറയണ്ടേ? അപ്പോ ഇവിടെ പറയുന്നത്, ഈ പാരഗ്രാഫിൽ പറയുന്നത് ജസ്റ്റ് ഒന്ന് പറയാം. മൾട്ടിപ്പിൾ സിസ്റ്റം ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. ഈ സിസ്റ്റങ്ങളൊക്കെ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിരിക്കണം, എന്നാലാണ് നമുക്ക് എന്താണ് നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. എല്ലാം എന്നുണ്ടെങ്കിൽ സിസ്റ്റംസ് ആർ നോട്ട് കണക്റ്റഡ്, കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്
എന്തൊക്കെ വരുന്നുണ്ട്? നമുക്കൊരു ഇപ്പോ ട്രൂത്ത് എന്താണ് സത്യാവസ്ഥ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ചില ഡിലേ വരാം, എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ഡിലേ വരാം. അപ്പൊ അതിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ പറ്റില്ല. എന്ത് ഇന്റർ കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ അല്ലെ ഒരു ഡിപ്പാർട്ട്മെന്റ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ റേഡിയോളജി മാത്രമാണ്. കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ അറിയാൻ പറ്റില്ല കാര്യങ്ങൾ ഇല്ലേ? നമ്മുടെ HIS-ലോട്ട് ഇത് ഇപ്പൊ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിരിക്കണം. ഓരോ സിസ്റ്റംസും നമ്മൾ ക്ലെയിമിന് വേണ്ടി സെപ്പറേറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ HR പേറോള് സാലറി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സെപ്പറേറ്റ് സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഒക്കെ എന്താണ് സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പൊ ഈ സിസ്റ്റംസ് ഒക്കെ എന്ത് ചെയ്യണം? ഈ നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യണം. എന്നാലേ ഫാസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഡിലേ വരില്ല, എറേഴ്സ് ഉണ്ടാവില്ല. ക്ലിയർ ആയോ? അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇന്റർ കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിലാണ് സത്യാവസ്ഥ അറിയാൻ പറ്റില്ല, കുറെ ടൈം പിടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വാച്ച് മനസ്സിലാക്കി വരാം കേട്ടോ. താങ്ക് യു.